പുതിയ കുതിപ്പിൽ ദൃശ്യം 3. കേരളത്തിൽ നിന്ന് ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന എക്കാലത്തെയും 5ാമത്തെ ചിത്രമായിരിക്കുകയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം. മോഹൻലാലിന്റെ തന്നെ എമ്പുരാനെ കടത്തിവെട്ടിയാണ് ദൃശ്യം 3 ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. റിലീസായി 18 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ദൃശ്യം 3 ഈ നേട്ടം നേടുന്നത്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ദൃശ്യം 3 കേരളത്തിൽ നിന്ന് ഇതിനകം നേടിയിരിക്കുന്നത് 86.34 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം വാഴ 2 ആണ്. 129.55 കോടിയാണ് വാഴ 2വിന്റെ കളക്ഷൻ. രണ്ടാം സ്ഥാനത്ത് 121.95 കോടി നേടി ലോക ചാപ്റ്റർ 1 ചന്ദ്രയുമുണ്ട്. മൂന്നാമത്തേത് മോഹൻലാൽ ചിത്രമായ തുടരുമാണ്. 118.9 കോടി രൂപയാണ് കേരളത്തിലെ തുടരുമിന്റെ കളക്ഷൻ. നാലാം സ്ഥാനത്ത് ദൃശ്യം 3ക്ക് തൊട്ടു മുകളിലായി കേരളത്തിന്റെ പ്രളയം വെള്ളിത്തിരയിൽ ദൃശ്യവൽക്കരിച്ച 2018 എന്ന സിനിമയാണ്. 89.2 കോടിയാണ് ഈ സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ. ആഗോളതലത്തിൽ 235 കോടിയിലധികമാണ് ദൃശ്യം 3 നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ദൃശ്യം 3യുടെ OTT സ്ട്രീമിംഗ് അധികം വൈകാതെ തന്നെ ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ ആയിരിക്കും ചിത്രം OTTയിലേക്ക് എത്തുക. ജൂൺ 18 മുതലായിരിക്കും സ്ട്രീമിംഗ് എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 1ഉം 2ഉം ഭാഗങ്ങളെ പോലെ തന്നെ ദൃശ്യത്തിന്റെ 3ാം ഭാഗവും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് വ്യക്തമാണ്. ദൃശ്യം 2 OTT റിലീസായിരുന്നു. എന്നാൽ ആ ക്ഷീണമെല്ലാം 3ാം ഭാഗം ബോക്സ് ഓഫീസിൽ തീർത്തിട്ടുമുണ്ട്. ഇനി 4ാം ഭാഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റിനായുള്ള കാത്തിരിപ്പിലാണ് ദൃശ്യം ആരാധകർ.